നീ സുരേഷിനെ വിളിച്ചായിരുന്നോ? ഓ ഞാൻ വിളിച്ചില്ല, എൻ്റെ ഫോണിൽ പൈസ ഒന്നും. എൻ്റെ പൈസ മൊത്തം വി ഐക്കാർ വലിച്ചോണ്ട് പോവാണ്. ഒന്ന് പോടാ, നിന്റെ പൈസ മൊത്തം ആ വി ഐക്കാർ പാടക്കകത്ത് വെച്ച് വലിച്ചോണ്ട് പോകല്ലേ. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ആ ഹലോ എടാ, നീ എവിടാ? ഞാൻ അങ്ങോട്ട് വരുവാടാ, നീ എവിടാ? ആ ഞാനും സുന്ദരനും കൂടെ തട്ടിക്കല് കളിങ്കൽ ഇരിപ്പുണ്ടേ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ ഓക്കെ ശരി. ആ ഭയങ്കര വരും, നമുക്ക് അങ്ങോട്ട് മാറി ഭയങ്കര വരും. അവനിപ്പോൾ വരുമെന്നാണ് പറയുന്നത്. ആ അവനിപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇറങ്ങാൻ നേരം അമ്മ പറയുക ഉച്ചയ്ക്ക് വല്ലതും വയലോട്ട് പോകണമെങ്കിൽ റേഷൻ കടയിൽ പോയി വല്ലതും മേടിച്ചോണ്ട് വരാം. പിന്നെ അത് മേടിച്ചോണ്ട് വരുന്ന വഴിക്കാ. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലടാ, രാവിലെ കഴിക്കാണ്ട് തല ഇറങ്ങും. എന്നാ വാ, നമുക്ക് ചമ്പക്കര പിടിച്ച് പോയി വല്ലതും കഴിക്കാം. കഴിഞ്ഞ ദിവസമേ ഞാൻ അവിടെ പോയി കാപ്പി കുടിച്ചതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. പോയാൽ പ്രശ്നമാവോ? ഓ അതിനിപ്പോൾ എന്നാടാ, ആ പൈസ കൊടുത്താൽ പ്രശ്നം തീരത്തില്ലേ? എന്താ പറയാ, നമുക്ക് പോയി കഴിക്കാം. എന്താ വേണ്ടിയേ? കഴിക്കാൻ എന്നൊക്കെയാ ഉള്ളത്? ദോശ, അപ്പം, ഇഡ്ഡലി, പൊറോട്ട. കറി എന്നൊക്കെയാ ഉള്ളത്? മുട്ടക്കറി, കടലക്കറി, വെജിറ്റബിൾ കറി, ബീഫ് ഫ്രൈ. അപ്പം നിനക്ക് എന്താണോ വേണ്ട? എനിക്ക് പൊറോട്ട ബീഫും മതി. അപ്പോൾ നിനക്കോ? എനിക്ക് പൊറോട്ടയും മുട്ടയും. നിങ്ങൾക്ക് എന്നാ വേണ്ടിയേ? എനിക്ക് പൊറോട്ട മുട്ടയാണ്. അജി 3 സെറ്റ് പൊറോട്ട, 2 മുട്ടക്കറി, ഒരു ബീഫ് ഫ്രൈ. ചായ വേണോ? എനിക്ക് വേണം. എനിക്ക് വേണം. ചായയോ കാപ്പിയോ? നെക്സ്റ്റ് കോഫി ഉണ്ടോ ഏതാ? ഓ അതില്ല, ബ്രൂ കോഫി മതിയോ? ആ മതി. അല്ലേ, ഒരു ചായയും ഒരു ബ്രൂ. രണ്ട് പൊറോട്ട, 113 രൂപ. കോഫി. എനിക്ക് കേട്ടോ. ഊണല്ലേ?
ചേട്ടാ എത്രയായി? 210 രൂപ. കഴിഞ്ഞ ആഴ്ചയിലേ ഒരു 110 രൂപ കഴിച്ചു പോയപ്പം ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ. ആ പൈസ തന്നില്ലല്ലോ, അത് ഇന്നാന്നല്ലേ കാണുന്നത്. ചേട്ടാ അത് ഇതിൻ്റെ കൂടെ ചേർത്തോ? ചേട്ടോ എനിക്ക് 2 പൊറോട്ട മുട്ടക്കറിയേ ഉള്ളൂ, ചായ ഇല്ലേ. അമ്മമാർ പൈസ തന്നില്ലേ? അവർ പറഞ്ഞാൽ നിങ്ങൾ തരുമെന്നാണല്ലോ. ഞാൻ തരുമെന്നോ? ഇപ്പം തരാം ചേട്ടോ, അമ്മമാരുടെ ഒന്ന് മേടിച്ചിട്ട് തരാം. നീ എന്താ പറ്റു കൊടുക്കാൻ? എന്ത് പറ്റ്? എനിക്കിവിടെ പറ്റില്ലല്ലോ. അപ്പൊ നിന്റെ അമ്മൂമ്മയുടെ പറ്റല്ല ചോദിച്ചത്, നമ്മളിപ്പോൾ കഴിച്ചതിൻ്റെ കാശാ. ആഹാ അതായിരുന്നു, അത് നീ അങ്ങ് കൊടുത്തേ. എടാ എൻ്റെ കയ്യിലാകെ 10 രൂപയേ ഉള്ളൂ. ശരിക്കും ആണ്ടാ ആ കാണ്ടാമൃഗം നോക്കി നിൽക്കുന്നു, പറ്റി പറയാൻ സമ്മതിക്കത്തുമില്ല. എന്ത് ചെയ്യും? എന്നാ ഈ 3 പേരും കൂടെ ആലോചിക്കുന്നേ? 635 രൂപ എന്നിട്ട് എന്നാ വേണേലും ആലോചിച്ചു. എടാ ഈ കാലിനോട് എന്നാ പറഞ്ഞാടോ ഒന്ന് രക്ഷപ്പെടുന്നു. എനിക്കറിയാൻ മേല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറ്റിയ 110 രൂപയും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ ഞാൻ പറഞ്ഞും പോയി. എനിക്കിവിടെ പറ്റുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആ പറ്റിനോട് ഈ പറ്റിയോട് കൂട്ടിക്കോളാൻ പറ. അത് ശരിയാടാ, അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാം. പറഞ്ഞു നോക്കാം, ഒത്താലൊത്തു. അത് ചേട്ടാ, ക്യാഷ് ട്രാൻസാക്ഷനകത്തെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഒരു 2 or 3 days ഡിലേ ഉണ്ട്. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനേ മലയാളിയാ, മലയാളത്തിലങ്ങ് പറഞ്ഞാൽ മതി. അതെ ചേട്ടാ, ക്യാഷ് ഇപ്പം കയ്യിലില്ല, 2 ദിവസത്തിനുള്ളിൽ തരാം, പോരെ? ആഹാ, അപ്പം അതാണ് കാര്യം. ഇപ്പം പൈസ ഇല്ല, അതാണ് ഈ ഡയലോഗ് മുഴുവൻ അടിച്ചത്. ജയാ നീ വന്നേ, അങ്ങോട്ട് കൊണ്ടുപോയി. എന്തിനാണ് എൻ്റെ ബൈക്കിൻ്റെ താക്കോല്? 635 രൂപയെ മുതലാക്കാൻ ഞാൻ നോക്കട്ടെ. രണ്ടുപേരും ഇങ്ങോട്ട് വാ. എന്താ ചേട്ടാ ഇത്? അവർ 3 ചെറുപ്പക്കാരല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ പൈസ ഇവിടെ കൊണ്ടുതരും. അവരെ ഇങ്ങനെ അപമാനിക്കരുത്. ഞങ്ങളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഇവിടെ കിടന്ന് എച്ചിൽ പാത്രം കഴുകുന്നേ പുണ്യത്തിനൊന്നുമല്ല. താൻ തന്നെ അവരുടെ ഫാമിലി വെക്കിലാണ്. 635 രൂപ തരാനുള്ള ഞാൻ അങ്ങോട്ട് പോകുന്നു. അല്ല, അത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ചേട്ടൻ ക്ഷമിക്കേ. അപ്പം തൻ്റെ കയ്യിലും പൈസ ഇല്ല. എന്നാൽ കൂടുതൽ സുവിശേഷം ഒന്നും ഇങ്ങോട്ട് വേണം. നീ പാത്രം മുഴുവൻ പറക്കി താഴെ കൊണ്ട കഴുകി വെക്കണം വൈകുന്നേരം വരെ. ചേട്ടാ എൻ്റെ ബൈക്ക് ഞാൻ പണയം തരാം, എന്നെ ഒന്ന് വെറുതെ വിടാം. നിന്റെ പഴഞ്ഞമ്പാട്ട ആർക്ക് വേണം? നീ രണ്ടും കൂടെ അടുക്കളയിൽ പോയി പാത്രം കഴുകാം. ഈ മുഴുവൻ പാത്രം കഴുകി വെച്ചേക്കണം. ചേട്ടോ ഇച്ചിരി ചൂടുവെള്ളം തരാമോ? എടുത്ത് കുടിക്കടാ. അത് ഞാനൊന്ന് കേട്ട് വെച്ച് തരണോ? നീ ഇവിടെ ജോലിക്ക് കയറിയോ? ഇവിടെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്, വേണേ താനും കയറിക്കോ. ഇവൻ എന്നെ കടിച്ചു കയറാൻ വരുന്നത്? ഞാൻ ചോദിച്ചതന്നെ തെറ്റായിപ്പോയോ? ആ എന്തേലും ആട്ടെ. ആ 3 പേരും കയറി പോരെ.
ഇനി മേലിൽ ഇതുപോലെ തരികട പരിപാടിയെ കൊണ്ട് ഇങ്ങോട്ട് പോന്നേക്കൽ. നിന്റെ ഒന്നും കച്ചവടം എനിക്ക് വേണ്ട. പൊക്കോ, ഇനി ഇങ്ങോട്ട് കണ്ടേക്കരുത് ഒരുത്തൻ. നാട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഞാൻ ഓർക്കുന്നത്. ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. എന്നെ എത്ര തവണ അവിടെ പിടിച്ചു വെച്ചു. എനിക്കൊരു പ്രശ്നം. അത് നിന്റെ തൊലിക്കട്ടി അല്ലല്ലോ ഞങ്ങളുടെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ശരിയാ. അണ്ടവനത് മൂക്കുകുത്തി വീണപ്പോൾ എനിക്കത് മനസ്സിലായി. രണ്ടും കൂടെ ഒന്ന് മിണ്ടായിരിക്കടേ. ഇവിടെ മനുഷ്യന്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാണ്. നീ എന്താടാ ഈ ആലോചിക്കുന്നത്? എന്താടാ ഇത് കൊച്ചു പിള്ളേരെ പോലെ കണ്ണീർ തുടക്കിയത്? എടാ, ഞങ്ങൾക്കും വിഷമമുണ്ടാ. നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ എന്നെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ, നമുക്ക് അയാളുടെ മൂത്ത മകൻ മണിക്കുട്ടന്റെ പ്രായമല്ലേ ഉള്ളൂ. എടാ, എൻ്റെ വണ്ടിയുടെ താക്കോൽ അയാൾ വാങ്ങി. വണ്ടി ഞാൻ പണയം കൊടുക്കാമെന്ന് അയാളോട് പറഞ്ഞതാ. എന്നിട്ട് പോലും അയാൾ കേട്ടില്ല. അയാളുടെ മകനായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം വന്നിരുന്നെങ്കിലോ. എടാ പോട്ടടാ, അയാൾക്ക് കാശിന്റെ അഹങ്കാരമാണ്. നമുക്കൊരു ജോലി ഇല്ലാത്ത അവിടെ പ്രശ്നം. എങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു ജോലി വെക്കും. വാടാ നമുക്ക് പോവാം. നിങ്ങളൊന്ന് വിട്ടു, ഞാൻ ഇവിടെ നടന്നു പോകാം. വാടാ, വീട്ടിൽ കൊണ്ട് വിടാ. വേണ്ട, കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് ഇച്ചിരിയല്ലേ ഉള്ളൂ, നടന്നു പോകാം. ശരി ശരിയോ? ഓക്കെ. ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആ എണ്ണക്കൊട്ടവന്മാരെ വീട്ടിൽ കയറ്റില്ലെന്ന്. പിന്നെ നിങ്ങളുടെ പറച്ചിൽ കേട്ടതൊന്ന് ഞാൻ അവന്മാരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നേന്ന്. അതേടി, അതന്നെയാ. അവര് വരുമ്പോ നിന്റെ കൊഞ്ചിൽ ഞാൻ കാണുന്നുണ്ട്. മനുഷ്യ, തോന്നിയാസ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ എന്റെ വായിരിക്കുന്നവരൊന്നും കേൾക്കും. പറയോടി, ഞാൻ ഇനിയും പറയും. ഇല്ലയോ? ഇനി ഒരു അക്ഷരം ഇന്ത്യയല്ലട്ടോ, ചോണാക്കൂടിട്ട് മൂടിക്കളയും. എടി, ഈ ഡയലോഗ് ഞാൻ നിന്നോട് പറയണ്ടല്ലേ? ആ പോട്ടെ. ചാണാക്കുഴി ചവിട്ടി താക്കാൻ അവിടെ എന്തോ ഇരുന്നിട്ടാ, കുറച്ച് അട്ടയും പുഴുവില്ലേ ഉള്ളൂ. അയ്യോ, നിങ്ങളെ ഞാൻ എന്നെ അമ്മേ, നിന്റെ ഒന്നാമത് തേങ്ങാക്കൊല. ഇങ്ങനത്തെ കാരണം ബാക്കിയുള്ളവർക്ക് മനസമാധാനം ഇല്ലാതായി. പ്രശ്നം എന്താന്ന് പറയാമേ, നമുക്ക് സോൾവ് ചെയ്യാം. കൂളമ്മേ, കൂൾ. എന്തുവാടാ കൂളമ്മയോ? കൂളമ്മ. സി മിസ്റ്റർ ബാസുകുട്ടൻ, താങ്കൾ ഇതിൽ കൈയടത്തണ്ട. ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു പരിഹരിച്ചോളാം. ആരും പറഞ്ഞപ്പോ കണ്ടിലേക്ക് കാണിക്കത്തോടാ. എന്റെ അച്ഛാ, ഒന്ന് മിണ്ടായിരിക്കും കുറച്ചു നേരം. ഞാൻ അമ്മയുമായിട്ട് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തോട്ടെ. അമ്മേ, എന്താണ് പുതിയ പ്രശ്നം? ആരാടാ താഴെ നിന്ന് 4 ദിക്കിലും തേങ്ങ ഇട്ടത്? തേങ്ങയോ? തേങ്ങ എന്താണെന്ന് നിനക്കറിഞ്ഞൂടാ? നല്ലതുപോലെ പഴുത്ത് ചുമന്ന് കൂഴച്ചക്കപ്പഴം പോലെ ഇരിക്കും. എന്ത് രൂപ, പഴുത്ത് ചുമന്ന് കൂഴച്ചക്കപ്പഴം പോലെ ഇരിക്കും. നിന്റെയൊക്കെ കൂടെയല്ലേ താമസം, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. അച്ഛാ, കാര്യം എന്താണെന്ന് പറയാമോ? എടാ, നിന്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ, പേരിനോട് ഒരു സാമ്യമില്ലാത്തവൻ, സുന്ദരൻ. എടാ, അവൻ നമ്മുടെ 4 തെങ്ങിന് തേങ്ങയാ വിട്ടുകൊണ്ട് പോയത്. ഇമ്പോസിബിൾ അച്ഛാ, ഇമ്പോസിബിൾ. ഐ കാൻ ബിലീവ് ദിസ്. ഈ ആരോപണത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു. നീ കൂടുതൽ അവനെ ബോധ്യമൊന്നും വേണ്ട, അവൻ കത്തും, ഉറപ്പാ. അവൻ ആരും എന്തെങ്കിലും പിടിക്കാതെ വന്ന അങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
സുഗുണ, നമ്മുടെ 4 തെങ്ങിലെ തേങ്ങയാ ആ സുന്ദരൻ എന്ന് പറഞ്ഞ കഴുത ഇട്ടുകൊണ്ട് പോയത്. ഒന്നേ തേങ്ങ, അല്ലെങ്കിൽ അതിന്റെ പൈസ. ഇത് രണ്ടിലൊന്ന് തന്നില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. അച്ഛ, സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് റോൾ മോഡലായ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് അച്ഛൻ ഈ നട്ടാ കുരുക്കാത്ത നുണപ്രചരണം നടത്തുന്നത്. ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. പോടാ, അവന്റെ ഒരു പ്രത്യാഘാതകം. പോയി കാശ് മേടിച്ചോണ്ട് വേടാ. അമ്മ ഈ വിവരദോഷി അച്ഛന്റെ ജൽപ്പനങ്ങളെ പിന്തുടരുകയാണോ? അവിടെ അത് തന്നെ. ഒന്നുകിൽ പൈസ, ഇല്ലെങ്കിൽ തേങ്ങ, ഇല്ലെങ്കിൽ നീ പറഞ്ഞ പ്രത്യാഘാതകം വളരെ വലുതായിരിക്കും. പ്രത്യാഘാതകമല്ല, പ്രത്യാഘാതം. പിന്നെ ഞാനിതെല്ലാം പഠിച്ചിട്ട് ഇപ്പൊ മലയാളം മാതിരിയാകാൻ പോവല്ലേ. കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. ഇറങ്ങി പോടാ, ആ പൈസ ഞാൻ മേടിച്ചിട്ട് വാ. അവന്റെ കയ്യിൽ നിന്ന് ആ പൊറോട്ടയും ബീഫും മേടിച്ച് കഴിച്ചും പോയി. ഈ കോർപ്പറേറ്റ് മിസ്സിംഗ് കേസ് ഞാൻ ഇൻവോൾവ് ആണല്ലോ. എന്താണ് നിന്ന് വെറുക്കുന്നത്? ഒന്നുമില്ലമ്മേ. അപ്പം കാശ് കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കും എന്ന് ഉറപ്പല്ലേ? കാശ് കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. ഇനി ആർക്കും തടുക്കാൻ പറ്റത്തില്ല. സുന്ദരോ, ത്രിമൂർത്തികളിൽ ബാക്കി 2 പേര് എന്തിയടി? ആരെല്ലാം കറക്കടിക്കാൻ പോയേക്കുവാന്നോ? അല്ലടാ, ഇന്ന് രാവിലെ അമേരിക്കയിൽ നിന്നും ട്രംപ് അവരെ വിളിച്ചു പറയുകയാണ് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ 2 പാരയായിട്ട് വരണമെന്ന്. അതിന് ഇന്ന് രാവിലെ അവന്മാര് പോയി. എന്താ നീയും പോന്നു? അതിന് നീ എന്താ ചൂടാന്ന്? നീ വരാമെങ്കിലേ ചമ്പര ഹോട്ടലിൽ നിന്ന് നമുക്ക് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു തരാം. നിന്റെ അമ്മൂമ്മയ്ക്ക് മേടിച്ചു കൊടുക്കടാ. ഓടാ വെള്ളത്തിലാച്ചാൻ. അവൻ വന്നില്ലടാ? ഇല്ലടാ, ഇപ്പൊ വരുമായിരിക്കും. ആണോ? അതെ വന്നല്ലോ. നീ ഞങ്ങളുടെ അച്ഛനോടെ തേങ്ങ ഇടാന്ന് ഇട്ടായിരുന്നോ? പറഞ്ഞു, തേങ്ങയും കിട്ടും. എന്നിട്ടാ എന്തി? അതല്ലേ കഴിഞ്ഞ വ്യാഴാഴ്ച മാതാവിന്ന് പൊറോട്ടയും ബീഫും കഴിച്ചത്, മറന്നുപോയോ? അപ്പൊ അന്ന് കഴിച്ച പൊറോട്ടയും ബീഫിന്റെയും പൈസ ഇവരുടെ തേങ്ങ വിറ്റ കാശാണ്. പിന്നല്ലാതെ. അല്ല പിന്നെ എന്റെ വീട്ടില് കൊക്കോ വിറ്റ കാശാണോ? അച്ഛനും അമ്മ ഭയങ്കര കളിപ്പിലാടാ. ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ തേങ്ങ, ഏതെങ്കിലും ഒന്ന് മസ്റ്റാ. ഇല്ലെങ്കിൽ കേസ് കൊടുക്കുന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു? അങ്ങനെയാണ് എന്തെങ്കിലും ബുദ്ധി ആലോചിക്കണമല്ലോ. ഭയങ്കര നാണക്കേടായി പോയി. ആ പൊറോട്ടയുടെയും ബീഫുകളുടെയും കേസ് അറിയാത്തവരാരുമില്ല. അതേത് രാവിലെ ആ വേട്ടാവിളയും ബ്ലോഗറല്ലേ മനോജ് എന്നോട് വരാമെങ്കിൽ പൊറോട്ടയും ബീഫും മേടിച്ചു തരാം. ഭാഗ്യം, ഞങ്ങളുടെ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. എടാ, ഇതിന്റെ വിഷമം ഒന്ന് മാറണേല് 2 അടിക്കണം. എന്നാ ഒരു വഴി? ഒരു വഴിയുണ്ട്. ഏറ്റാലേറ്റ് ഇച്ചിരി റിസ്ക് ആണ്. അങ്ങേരെ അവധിക്ക് വരുന്നതിന് മുന്നേ കാശ് തിരികെ കൊടുക്കണം. അല്ലെങ്കിൽ അയാൾ നമ്മളെ, പ്രത്യേകിച്ച് എന്നെ, വാരി കല്ലേലടിക്കും. ഞാൻ പറയുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച്, എൻ്റെ ഫോണിൽ പൈസ ഇല്ല. അല്ലെങ്കിൽ എപ്പോഴാണ് നിന്റെ ഫോണിൽ പൈസ ഉള്ളത്? ഒന്നും മിണ്ടായിരുടാ. നീ നമ്പർ പറ. 9876543210. വേറെ നമ്പറാടാ? കല്ലുവെട്ടാൻകുഴയിലെ കുരിയച്ചാന്റെ ഭാര്യ ബ്രിജിത്താമ്മയുടെ നമ്പറാ. നീ ആ ഡയൽ ചെയ്തും കൊടുത്താ. റിങ് ചെയ്യുന്നുണ്ട്. നോക്കി. ഹലോ, ഇതാരാ? ഹലോ, ആ ആന്റി, ഞാനാ സുന്ദരൻ. എന്നാ നീ തന്നെ അങ്ങ് പറഞ്ഞാ മതിയോ? ഞങ്ങൾക്കൂടെ തോന്നണ്ട്. ഓ, ഒരു തമാശക്കാരി. ഒറ്റടി വെച്ചാൽ കൊടുത്തേനും കേട്ടോ. എന്താ സുന്ദര വിളിച്ചത്? പിന്നെ ആന്റി, കഴിഞ്ഞ ആഴ്ച കുരിയച്ചാൻ അവധിക്ക് വന്നിട്ട് പോയപ്പം വീട്ടിലെ കൂടെ ഒന്ന് കാച്ചിച്ച് വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. പറമ്പിലെ 3-4 കല്ല് പൊട്ടിക്കാൻ വേണ്ടിയായിരുന്നു. ഞാനാണ് ആന്റിയോട് അത് പറയാനും മറന്നുപോയി. നീ കൊള്ളാമല്ലോടാ. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് എൻ്റെ ആന്റി. ഞാനിപ്പോൾ അങ്ങോട്ട് വരുക. കൂടവും കാച്ചാനുള്ള 500 രൂപ എടുത്ത് വെച്ചേക്ക്. 500 രൂപ കാച്ചുകൂലിയോ? അതെന്നാ കൂലിയാടാ? ആന്റി കൂടവല്ലേ കാച്ചുന്നത്, കാച്ചുകൂലി കൂടും. ആ ശരി ശരി, വാ, കൂടവും കാശും തരാം. ആ ശരി ആന്റി, ഞാൻ അങ്ങോട്ട് വരാം. എടാ, കൂടം കാച്ച 500 രൂപയോ? അവരാരോടെങ്കിലും പറഞ്ഞാലോ? ലോജിക്കും പറഞ്ഞിരുന്നാലേ ഇവിടെ ഇരിക്കുകയുള്ളൂ. ബാ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എടാ, നീ ഇവിടെ ഇരി, ഞങ്ങൾ പോയിച്ചു വരാവേ. നീ താക്കോലിങ്ങ. പൈസ അവൻ്റെ കൊടുത്ത് വിട്ട നന്നായി.
ശരം പോലെ കൂട്ടിപ്പോരും. അതെ. എടോ നമ്മൾ പെട്ടെന്ന് എന്ത് പറഞ്ഞ് രക്ഷപ്പെടും? നീ പേടിക്കണ്ട, അത് ഞാൻ ഏറ്റു. എന്തുവാടാ കയ്യിലിരിക്കുന്നത്? ഓ ഒന്നുമില്ലമ്മേ, ഒരു കൂടവാ. ഏതെങ്കിലും കട തല്ലി പൊളിക്കാനാണോടാ കൂടുവായിട്ട്? എന്തിനാടാ ത്രിമൂർത്തികളിൽ ഒരു ഗുണവും ഇല്ലാത്ത സുഗുണൻ? കൊച്ചു കള്ളി തമാശ പറഞ്ഞ വിളഞ്ഞു അവളൊരു മുത്തം വരാൻ തോന്നുന്നു. പോക്കണം, നിനക്ക് ഇടയായിട്ട് ഇച്ചിരി വെള്ളച്ചിരി കൂടുന്നുണ്ട്. എനിക്കോ? എന്താണെന്ന് അറിയത്തില്ല അമ്മേ, ഈയിടെയായിട്ട് ഭയങ്കര വിശപ്പ്. കുറച്ച് അച്ചാറുമില്ല ഇരിപ്പുണ്ടോ അമ്മേ? എന്താടാ വിശക്കുന്നതിന് എല്ലാരും അച്ചാറാണോ കഴിക്കുന്നത്? അല്ലമ്മേ, അവന് ഭയങ്കര നെഞ്ചരിച്ചില്ല, അതിനാ. അതെങ്ങനെ നിനക്കറിയാം? അവന് നെഞ്ച് നിന്റെ കയ്യിലാണോ? വെള്ളം കുടിക്കാനാ. കുടിക്കാനോ? എന്തിനാടാ ഒരു മന്ത വെള്ളം? എനിക്ക് മുങ്ങിച്ചാവൻ. എന്റെ ദൈവമേ, എന്തെല്ലാം അറിയണം. കരണ്ടും പോയി. ആ നീ പോന്നു? ഞാൻ വന്നേ ഉള്ളൂ. അവനെന്തി? അവൻ വെളിയിലോട്ട് പോയി. എന്നാ പോ. സാധനം അവിടെ ഉണ്ട്. വാ. ഒരു ഗ്ലാസ് സാധനമൊക്കെ ഇതാ സേഫ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ ഞാൻ ഇരിക്കാം. കഴിച്ച ഒപ്പിച്ചു. വേറെ ആൾക്കാർ വള്ളിയും വരുമെന്നുള്ളു. ഒരു മിലിറ്ററി അച്ചായനെ അങ്ങ് പറ്റിച്ചു. ഒറിജിനല്ല ഇവനായോണ്ട്. നീ ഒരു ബ്ലേഡ് ഒഴിക്കാൻ കൊണ്ട് പിടി. ഇതിനകത്തൊക്കെ അധികം വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ്. അതെ. അപ്പോ യെസ്. അങ്ങനുണ്ട്. സാധനമുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഒപ്പിച്ച സാധനമാണ്. എനിക്ക് കൂടെ ഒരെണ്ണം ഒഴിക്കണം. ഇച്ചിരി ലാർജ് വേണമല്ലോ. അതെ. ചിയേഴ്സ്. പുള്ളിക്ക് അങ്ങനുണ്ട്. സാധനമുണ്ട്. എടാ എനിക്ക് ഒരെണ്ണം കൂടെ ഒഴിച്ചേ. എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ ഒന്ന് പോവാം. അത് ശരി. ഓടി. സൂക്ഷിച്ചു പോണേ. ശരി. കൊള്ളാല്ലേ? ഒരു ചെറുത് എനിക്കൂടെ തന്നെ. ഓക്കെ. ഉരി മതി വേണ്ട. ഗ്ലാസ് കൂടെ വെച്ചേക്കാം. ഇതെല്ലാം എടുത്തു പോയേക്കാം തന്നെയല്ലേ. എടാ സുലോചന എന്നെ വിളിച്ചു. നീ ഒരു തേങ്ങ ഇട്ടോ? നിലത്തിട്ടെന്നാണോ തെങ്ങ തിട്ടെന്നോ? നിന്റെ അപ്പൂപ്പന്റെ നെഞ്ചത്തിട്ടെന്ന്.
ഓ അങ്ങനെ. അമ്മേ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ കടം കൊടുക്കുകയും മേടിക്കാറും ഉണ്ടല്ലോ. അതുപോലൊരു സിസ്റ്റമാണ് ഇവിടെയും പ്രതിഫലിച്ചത്. പിന്നെ രാജ്യങ്ങൾ തമ്മിൽ തേങ്ങായിട്ടല്ലേ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നത്. ദേ, മര്യാദയ്ക്ക് അവരുടെ തേങ്ങയുടെ പൈസ കൊണ്ട് കൊടുത്തേക്കണം. എടാ സുന്ദര, നീ ചെന്ന് ചാടുന്നതെല്ലാം ഓരോ വള്ളിക്കെട്ടിലല്ലേ. ഏതെങ്കിലും ഒരു നല്ല കാര്യം നീ ചെയ്തതായിട്ട് നിനക്കൊന്ന് പറയാമോ? അമ്മേ, അതിനെപ്പറ്റി ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത്, മനുഷ്യ മനസ്സിന്റെ അന്തരാത്മാവിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെന്നാൽ അനേക കോടി ധൂമപാളികൾ ഒന്നിനു പിറകെ മറ്റൊന്നെന്ന ക്രമത്തിൽ ശത്രു രാജ്യങ്ങളുടെ ബോംബർ വിമാനങ്ങൾ ചീറിപ്പായുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് ചീറിപ്പായുകയാണ്. അതൊരു അലറിക്കരയുന്ന അലകടൽ പോലെ നമ്മുടെ മൈൻഡിനെ പിടിച്ചു കുലുക്കുമ്പോൾ എന്തെങ്കിലും എടുക്കാൻ ഒരു ത്വര തോന്നും. ഞാൻ പറയുന്നത് അമ്മയ്ക്ക് പോയോ രക്ഷപ്പെട്ടു. എന്തിനാടാ വിളിച്ചേ? എടാ, എന്റെ പേര് കൊണ്ട് ഓന്തുവാസപ്പം കൊണ്ട് കേസ് കൊടുത്തു. എന്തിന്? അത് നമ്മൾ ആ തേങ്ങ ഇട്ട് പൊറോട്ടയും ബീഫും കഴിച്ചില്ലേ, അത് ആ പൈസ പുള്ളിക്ക് അത് വേണോ. ഇത് പണിയാലോ. എടാ സൂണെന്ന് അറിഞ്ഞോ? ഞാൻ അവനോട് പറഞ്ഞു, അവനിപ്പോ വരാമെന്ന് പറഞ്ഞു. നിന്റെ അമ്മ എന്തി? അമ്മ പെങ്ങളുടെ വീട് വരെ പോയി, വൈകിട്ട് വരും. അപ്പക്കണിശാലും എപ്പോഴാണ് വരുമെന്ന് പറഞ്ഞത്? എന്തിനാ അയാൾ ഇങ്ങോട്ട് വരുന്നത്? സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ച പോരെ? ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ജനസേവന കേന്ദ്രവും പോലീസുകാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓർഡർ. അതിനാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത്. ഈ ഊളയൊക്കെ CI ആക്കിയവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. ആ പൊട്ടം വരുമ്പോ നമ്മൾ 3 പേരും കൂടി അയാളെ മരപ്പൊട്ടനാക്കുന്നു. അതേ ഉള്ളൂ മാർഗം. അയാൾ വരുമ്പോ അയാളുടെ ഉളത്തരങ്ങൾ കേട്ടിച്ചിരിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കുമോ? ഇതിലാരടാ സുന്ദരൻ?